ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നോക്കുന്നത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ്. അതായത് ഒരു സെൻറ്റൻസിൽ നമുക്ക് സബ്ജക്റ്റും ഉണ്ട് വേർബും ഉണ്ട് അല്ലേ. അപ്പോൾ ആ സബ്ജക്റ്റും വേർബും ഒരു സെൻറ്റൻസിൽ വരണമെങ്കിൽ അവർ രണ്ടുപേരും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അപ്പം ആ കണക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റൂളാണ്, ഇഫ് എ സബ്ജക്റ്റ് ഇസ് സിംഗുലർ its verb must also be singular. If a subject is plural, its verb must also be plural. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. ഇനിയിപ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ വെർബും പ്ലൂറൽ ആയിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് എക്സാമ്പിൾസ് നോക്കിക്കോ. സിംഗുലറും പ്ലൂറലും. സിംഗുലർ ആകുമ്പം ദാറ്റ് മങ്കി ഈറ്റ്സ് ബനാനാസ്. പ്ലൂറൽ ആകുമ്പോഴോ ദോസ് മങ്കീസ് ഈറ്റ് ബനാനാസ്. ഇവിടെ നോക്കിക്കോ, ഇവിടെ നമുക്ക് സിംഗുലർ കേസിൽ നമ്മൾ വേർബിൻ്റെ കൂടെ എസ് ഇട്ട് കൊടുത്തു. അതാണ് സിംഗുലർ. അതായത് സിംഗുലർ ഒരു മങ്കിക്ക് സിംഗുലർ വേർബ് ഈറ്റ്സ്. ഇനിയിപ്പോൾ പ്ലൂറൽ കേസിലോ മങ്കീസ് എന്ന് വരുമ്പോൾ അവിടെ ഈറ്റ് മാത്രമേ ഉള്ളൂ. ഈറ്റിൻ്റെ എസ് നമ്മളെടുത്തിട്ട് മങ്കീസിനെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈറ്റ്സ് സിംഗുലറാണ്, പ്ലൂറൽ വരുമ്പം ഈറ്റ് ആയിരിക്കും. വേറെ എക്സാമ്പിൾ നോക്കിക്കോ. ദാറ്റ് ഗേൾ വാക്സ് ടു സ്കൂൾ. പ്ലൂറൽ വരുമ്പം ദോസ് ഗേൾസ് വാക്ക് ടു സ്കൂൾ. എസ്സിൻ്റെ അപ്പോൾ സിംഗുലറിൽ സബ്ജക്റ്റിന് എസ് ഉണ്ടാവില്ല, പ്ലൂറലിൽ വരുമ്പം സബ്ജക്റ്റിന് എസ് ഉണ്ടാവും. സിംഗുലറിൽ വേർബിന് എസ് ഉണ്ടാവും, പ്ലൂറലിൽ വരുമ്പം വേർബിന് എസ് ഉണ്ടാവില്ല. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് സിംഗുലറിലും പ്ലൂറലിലും. അപ്പോൾ വേറെ എക്സാമ്പിൾസൊക്കെ നിങ്ങൾ നോക്കിക്കോ. ദിസ് ബസ് ഗോസ് ഫാസ്റ്റ്. ദാറ്റ് ബസ്സസ് ഗോ ഫാസ്റ്റ്. യുവർ ഗൗൺ ലുക്സ് നൈസ്. യുവർ ഗൗൺസ് ലുക്ക് നൈസ്. ദാറ്റ് മാൻ സ്പീക്സ് ഇംഗ്ലീഷ്. ദോസ് മെൻ സ്പീക്ക് ഇംഗ്ലീഷ്. മാനിൻ്റെ പ്ലൂറലാണ് മെൻ, അതുപോലെ വുമൻ്റെ പ്ലൂറലാണ് വിമൻ. Okay. My grandfather has a big house. My grandparents have a house. Have a big house എന്നാണ് ബിഗ് അവിടെ ഇടാൻ മറന്നു. സാം ലിവ്സ് ഇൻ ടൊറൻറ്റോ. ഇത് സിംഗുലർ ആണ്, സാം ഒരാൾ മാത്രം. ഇനിയിപ്പം സാം ഓർ ആൻ ലിവ്സ് ഇൻ ടൊറൻറ്റോ. അതായത് സാം അല്ലെങ്കിൽ ആൻ, ഏതെങ്കിലും ഒരാൾ, അതാണ് സിംഗുലറായിട്ട് വരിക. സാം ഓർ ആൻ ലിവ്സ് ഇൻ ടൊറൻറ്റോ. അപ്പോൾ ഇവിടെ ഈ ഓർ എന്നുള്ളതാണ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയും, കോമ്പൗണ്ട് സബ്ജക്റ്റ് എന്ന് പറയും. അതായത് മറ്റേ ഇത് നോക്കിക്കോ, സാം ആൻഡ് ആൻ ലിവ് ഇൻ ടൊറൻറ്റോ. അപ്പോൾ ഇവിടെ സാമിനെയും ആനിനെയും കണക്ട് ചെയ്തേക്കുന്ന ഏതാ? ആൻഡാണ്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് സബ്ജക്റ്റ് എന്ന്. അപ്പം നമ്മുടെ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പം സാം ഒരാളുണ്ട്, ആന് വേറൊരാളും കൂടി ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി എന്തായി? രണ്ടാളായില്ലേ. അപ്പോൾ അത് പ്ലൂറലായി. സാം സിംഗുലറാണ്, ആൻ സിംഗുലറാണ്. ആൻഡ് വെച്ച് കണക്ട് ചെയ്തപ്പം സിംഗുലർ പ്ലസ് സിംഗുലർ പ്ലൂറലായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ് ഫസ്റ്റ് റൂൾ. സിംഗുലറിന് സിംഗുലർ വേർബ്, പ്ലൂറലാണെങ്കിൽ പ്ലൂറൽ വേർബ്. അപ്പോൾ സബ്ജക്റ്റ് ചെയ്താൽ നോക്കുക, എന്നിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് മാറ്റി കൊടുത്താൽ മതി. അപ്പം ഇത്രയും മനസ്സിലായില്ലേ? അതാണ് ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അതിന് ഈ നൗൺസിനെല്ലാം പ്രോനൗൺസ് ആക്കി മാറ്റുമ്പോൾ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ അതേ ടേബിൾ തന്നെ. ദാറ്റ് മങ്കി ഈറ്റ്സ് ബനാനാസ്. പ്ലൂറൽ വരുമ്പോൾ ദോസ് മങ്കീസ് ഈറ്റ് ബനാനാസ്. ഇനി അതിനെ പ്രോനൗണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം പ്രോനൗൺ വരികയാണെങ്കിൽ ഹി ഓർ ഷീ ഓർ ഇറ്റ് ഈറ്റ്സ് ബനാനാസ്. അതുപോലെ പ്ലൂറൽ വരുമ്പം ദേ ഈറ്റ് ബനാനാസ്. ഇവിടെ ഹേ ഓർ ഷീ ഓർ ഇറ്റ് ഇത് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആനിമലാണ് അല്ലേ, മങ്കി ആനിമലാണ്. അപ്പോൾ മങ്കി ആണാവാം, പെണ്ണാവാം, അല്ലെങ്കിൽ അതിനെ ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഹീ ഷീ ഇറ്റ് എന്ന് പറഞ്ഞത്. ഇനി ദാറ്റ് ഗേൾ വാക്സ് ടു സ്കൂൾ, അതിനെ പ്രോനൗണിലേക്ക് മാറ്റുമ്പം ഷീ വാക്സ് ടു സ്കൂൾ. ദോസ് ഗേൾസ് എന്നുള്ളത് ദേ വാക്ക് ടു സ്കൂളായി. ദിസ് ബസ് ഗോസ്
ഫാസ്റ്റ്. ഇവിടെ ദിസ് ബസ് എന്നല്ല, ഇറ്റ് ഗോസ് ഫാസ്റ്റ് എന്നാണ് പ്രൊനൗണിലേക്ക് വരുമ്പം ആ സെൻറ്റൻസ് മാറ്റാൻ മറന്നുപോയതാണ്, വിട്ടുപോയതാണ്, സോറി. അപ്പം ഇറ്റ് ഗോസ് ഫാസ്റ്റ് വരും. ഇനി ദാറ്റ് ബസ്സസ് ഗോ ഫാസ്റ്റ് എന്നുള്ളത് ദേ ഗോ ഫാസ്റ്റ് ആയിരിക്കും. അതായത് പ്ലൂറൽ വരുമ്പം ദേ അല്ലെങ്കിൽ വി യൂസ് ചെയ്യും, സിംഗുലർ വരുമ്പം ഹി ഓർ ഷീ ഓർ ഇറ്റ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ബാക്കിയുള്ള എക്സാമ്പിൾസും കൂടി നോക്കി നോക്ക്. യുവർ ഗൗൺ ലുക്സ് നൈസ്, അത് സിംഗുലർ വരുമ്പം ഇറ്റ് ലുക്സ് നൈസ്. യുവർ ഗൗൺസ് ലുക്ക് നൈസ് വരുമ്പോൾ പ്ലൂറൽ വരുമ്പം ദേ ലുക്ക് നൈസ്. ഹീ സ്പീക്സ് ഇംഗ്ലീഷ്, ദേ ഓർ വി സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ ദേ അല്ലെങ്കിൽ വി പ്ലൂറൽ വരുമ്പോൾ. ഹീ ഹാസ് എ ബിഗ് ഹൗസ്, ദേ ഹാവ് എ ബിഗ് ഹൗസ്, അല്ലെങ്കിൽ വി ഹാവ് എ ബിഗ് ഹൗസ് എന്ന് പറയാം. ഇനിയിപ്പോൾ ഗ്രാൻഡ് ഫാദേഴ്സ് പറയുകയാണെങ്കിൽ വി ഹാവ് എ ബിഗ് ഹൗസ് എന്ന് പറയാം. ഇനി ഹീ ലിവ്സ് ഇൻ ടൊറൻറ്റോ, അല്ലെങ്കിൽ ദേ ലിവ് ഇൻ ടൊറൻറ്റോ, അല്ലെങ്കിൽ വി ലിവ് ഇൻ ടൊറൻറ്റോ. ഇനിയിപ്പോൾ ഐയും യുവും വരികയാണെങ്കിൽ ഐൻ്റെയും യുവിൻ്റെയും കേസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടില്ല. നോർമലി ഐയും യുവും സിംഗുലറാണ് അല്ലേ? ഞാൻ സിംഗുലറാണ്, നീ സിംഗുലറാണ് അല്ലേ? പക്ഷേ ഇംഗ്ലീഷിൻ്റെ റൂളിൽ ഐയിനെയും യുവിനെയും വേർബ് വരുമ്പം അത് പ്ലൂറലായിട്ടാണ് എടുക്കുന്നത്. അത് റൂളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, അത് റൂളാണ്. അങ്ങനെ ഐയും യുവും വരുമ്പം വേർബ് എപ്പോഴും പ്ലൂറലായിരിക്കണം. ഓക്കെ, അപ്പം ഐ റീഡ് ന്യൂസ് പേപ്പർ എവറി മോർണിംഗ്. ഐ റീഡ്സ് അല്ല, ഐ റീഡ്. റീഡ് പ്ലൂറലാണ്. അതുപോലെ യു മേക്ക് വെരി ഗുഡ് കോഫി. മേക്ക് എന്നുള്ളത് മേക്സ് അല്ല, മേക്കാണ്. മേക്സ് സിംഗുലറാണ്, മേക്ക് വരുമ്പം പ്ലൂറലായിരിക്കും. അപ്പം യു മേക്ക് വെരി ഗുഡ് കോഫി. ഓക്കെ, ഇത്രയും പറഞ്ഞത് ഒരു ടേബിളാക്കിയിട്ട് ഫോം ചെയ്തിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യുക. സിംഗുലർ കേസിൽ നൗണ്, പ്രൊനൗണ്, വെർബ് ഫോം. ഓക്കെ, നൗൺ സിംഗുലർ ആകുമ്പം നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾസാണ് മങ്കി, ഗേൾ, ബസ്, ഗൗൺ, മാൻ, ഗ്രാൻഡ് ഫാദർ, സാം. ഓക്കെ, അപ്പോൾ അത് പ്രൊനൗണിലേക്ക് മാറ്റുമ്പം ഹി, ഷീ, ഇറ്റായി. സിംഗുലർ കേസിൽ അത് ഹി, ഷീ, ഇറ്റായി. അപ്പോൾ വേർബ് ഫോം വരുമ്പോഴെന്താ എസ് ഇട്ട് കൊടുക്കുക വേർബിൻ്റെ മുന്നിൽ. ഈറ്റ്സ്, വാക്സ്, ഗോസ്, ലുക്സ്, സ്പീക്സ്, ഹാസ്, ലിവ്സ്. ഓക്കെ, ഇനിയിപ്പോൾ നൗണ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വരുമ്പോൾ എന്താ monkeys, girls, buses, gowns, men, grandparents, Sam and Anna. പ്ലൂറൽ ആണ്, സാം ആൻഡ് അന്ന രണ്ടുപേര്. അപ്പോൾ അത് പ്രൊനൗണിൽ പ്ലൂറൽ വരുമ്പോൾ വി, ദേ ആയിട്ട് മാറും. ഇനി വേർബ് ഫോം ആണെങ്കിലോ ഈറ്റ്, എസ് ഇല്ലാത്ത വേർബ്, ഈറ്റ്, വാക്ക്, ഗോ, ലുക്ക്, സ്പീക്ക്, ഹാവ്, ലിവ്, അങ്ങനെ. ഇനിയിപ്പോൾ ഐൻ്റെ കേസിലാണെങ്കിൽ ഐ ആൻഡ് യു ആണെങ്കിൽ നമ്മൾ പ്ലൂറൽ ഫോം ഓഫ് ദി വേർബ് വരും. അതായത് റീഡ്, മേക്ക്, ലിവ്, വോക്ക്, ഐ വോക്ക്, അതുപോലെ ഐ ഗോ, യു ഗോ, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് റൂൾസ്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, ഇത് ആവശ്യം വരും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇതുവരെ തന്ന സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആയിരുന്നു. അപ്പോൾ ഈ പോസിറ്റീവ് സെൻറ്റൻസിനെ നമ്മളെങ്ങനെ നെഗറ്റീവിലേക്ക് മാറ്റും നോക്കാം. ഓക്കെ, അപ്പം പോസിറ്റീവായിട്ടുള്ളതാണ് ദാറ്റ് മങ്കി ഈറ്റ്സ് ബനാനാസ്. അപ്പോൾ അത് നെഗറ്റീവ് ആക്കുമ്പോഴോ ദാറ്റ് മങ്കി ഡസൻറ്റ് ഈറ്റ് ബനാനാസ്. ഓക്കെ, അപ്പോൾ അത് സിംഗുലർ കേസിൽ നമ്മൾ ഡസൻറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നു. ഇനി പ്ലൂറൽ കേസ് വരുമ്പോൾ നോക്കാം, ദോസ് മങ്കീസ് ഈറ്റ് ബനാനാസ്. അപ്പോൾ അത് പ്ലൂറൽ വരുമ്പം നെഗറ്റീവ് ഫോമിലാണെങ്കിൽ ദോസ് മങ്കീസ് ഡോണ്ട് ഈറ്റ് ബനാനാസ്. ഓക്കെ, അപ്പം പ്ലൂറലിൽ ഡോണ്ടും സിംഗുലർ വരുമ്പം ഡസൻറ്റും ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം നോക്കാനുള്ളത്, സിംഗുലർ കേസിൽ നെഗറ്റീവ് ഫോം ആക്കുമ്പം നമ്മൾ നേരത്തെ പോസിറ്റീവിൽ ഈച്ച് എന്നല്ല എടുത്തത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഫോമിൽ വേർബിൻ്റെ കേസിൽ എസ് ഉണ്ടാവില്ല. ആ എസ് ആണ് നമ്മൾ ഡസിലിട്ടത്. ഡസിന് ഓൾറെഡി എസ് ഉണ്ടല്ലോ. അപ്പോൾ ആ എസ് ഓൾറെഡി എസ് ഉള്ളതുകൊണ്ട് നമ്മൾ വേർബിന് എസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സെയിം ആയിരിക്കും, പ്ലൂറലിലും സിംഗുലറിലും അത് സെയിം ആയിരിക്കും, വേർബ് ഫോംസ് സെയിം ആയിരിക്കും. പക്ഷേ സിംഗുലർ വരുമ്പം ഡസ് ആയിരിക്കും, പ്ലൂറൽ വരുമ്പം ഡോണ്ട് ആയിരിക്കും. എക്സാമ്പിൾസ് നോക്കിക്കോ. ദാറ്റ് ഗേൾ ഡസൻറ്റ് വാക്ക് ടു സ്കൂൾ. ദോസ് ഗേൾസ് ഡോണ്ട് വാക്ക് ടു സ്കൂൾ. ഓക്കെ,
This bus doesn't go fast. These buses don't go fast. Your gown doesn't look nice. Your gowns don't look nice. That man doesn't speak English. Those men don't speak English. My grandfather doesn't have a big house. My grandparents don't have a big house. Sam doesn't live in Toronto. Sam and Dan don't live in Toronto. അതുപോലെ INTU കേസ് വരുമ്പോൾ I don't read newspaper every morning. You don't make very good coffee. ഓക്കെ, അപ്പോൾ സിംഗുലർ വരുമ്പം ഡസൻറ്റും വേർബിൻ്റെ കൂടെ എസ് ഉണ്ടാവില്ല. പ്ലൂറൽ വരുമ്പം ഡോണ്ട് ആയിരിക്കും, സെയിം വേർബ് ഫോം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോകരുത്. നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്തയക്കുക, അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് എക്സാമ്പിൾസ് നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ സെൻറ്റൻസ് നെഗറ്റീവ് ഫോമിലാക്കുമ്പോൾ വരുന്ന എന്താണെന്ന് നോക്കി. ഇനി അത് സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസിനെ ക്വസ്റ്റ്യൻ ടൈപ്സ് ആക്കുക എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ടൈപ്സ് ആക്കുമ്പോൾ ഒന്നുമില്ല, സിംഗുലറിലുള്ള നമ്മൾ നേരത്തെ എടുത്ത ഡസ് ഇല്ലേ, അതെടുത്ത് ആ സെൻറ്റൻസിൻ്റെ ഫ്രണ്ടിലിട്ട് കൊടുക്കുക, അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും. പിന്നെ വേർബിന് എസ് ഉണ്ടാവില്ല. പ്ലൂറൽ കേസാണെങ്കിൽ ഡു എന്നുള്ളത് ഫ്രണ്ടിലിട്ട് കൊടുക്കുക, ബാക്കി സെയിം സെൻറ്റൻസ് തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കും. എക്സാമ്പിൾ നോക്കിക്കോ. ഡസ് ദാറ്റ് മങ്കി ഈറ്റ് ബനാനാസ്. ഓക്കെ, അപ്പം ഡസ്സിന് എസ് ഉള്ളതുകൊണ്ട് നമ്മൾ വേർബിന് എസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല സിംഗുലറിൽ. ഇനി പ്ലൂറൽ വരുമ്പോൾ എന്താ, ഡു വരുമ്പോൾ ഈറ്റ് ആയിരിക്കും പ്ലൂറൽ ഫോം. ഓക്കെ, അപ്പം നോക്കിക്കോ. ഡസ് ദാറ്റ് മങ്കി ഈറ്റ് ബനാനാസ്. ഡു ദോസ് മങ്കീസ് ഈറ്റ് ബനാനാസ്. ഡസ് ദാറ്റ് ഗേൾ വാക്ക് ടു സ്കൂൾ. Do those girls walk to school? Does this bus go fast? Do these buses go fast? Does my gown look nice? Do my gowns look nice? Does that man doesn't speak English? Sorry, doesn't illato. Does that man speak English? Anna doesn't my cheeky. Okay, sorry. Do those men speak English? Does your grandfather have a big house? Do your grandparents have a big house? Does Sam live in Toronto? Do Sam and Ann live in Toronto? ഇനി INTU വരുമ്പം I എന്നുള്ളത് യു ആയിട്ട് മാറി. ഓക്കെ, ക്വസ്റ്റ്യനിൽ വരുമ്പം ഡു യു റീഡ് ന്യൂസ് പേപ്പർ എവറി മോർണിംഗ്, അതുപോലെ ഡു ഐ മേക്ക് വെരി ഗുഡ് കോഫി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ്സിലേക്ക് മാറ്റുമ്പം. സിംഗുലറിൽ വരുമ്പം ഡസ് സെൻറ്റൻസിൻ്റെ ഫ്രണ്ടിലിട്ട് കൊടുക്കും, അതുപോലെ വേർബിന് എസ് ഉണ്ടാവില്ല, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. ഇനി പ്ലൂറൽ വരികയാണെങ്കിൽ പ്ലൂറലിൻ്റെ സെൻറ്റൻസിൽ ഡു എന്നുള്ള വാക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കുക, പിന്നെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കും. ഓക്കെ, എക്സാമ്പിൾസ് നോട്ട് ചെയ്യുക. നമ്മുടെ സെൻറ്റൻസിൽ ഇങ്ങനത്തെ സെൻറ്റൻസിൽ ഇത് പ്രസൻറ്റ് ടെൻസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്. പാസ്റ്റിലേക്കൊക്കെ വരുമ്പം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ എക്സാമ്പിൾസ് തന്നെ നോക്കിക്കോ. ഇവിടെ സിംഗുലർ കേസിൽ ദാറ്റ് മങ്കി ഈറ്റ്സ് ബനാനാസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പാസ്റ്റിലാണെങ്കിൽ എന്താക്കും, ദാറ്റ് മങ്കി എയ്റ്റ് ബനാനാസ്. അങ്ങനെയല്ലേ, ഈറ്റിൻ്റെ പാസ്റ്റ് എന്താ എയ്റ്റ്. ഇനി പ്ലൂറൽ വരുവാണെങ്കിൽ നോക്കിക്കോ, ദോസ് മങ്കീസ് എയ്റ്റ് ബനാനാസ് അല്ലേ പാസ്റ്റിലേക്ക് മാറ്റുമ്പം. അപ്പോൾ ഈറ്റിൻ്റെ പാസ്റ്റാണ് എയ്റ്റ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രമാണ് സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ് ഉള്ളത്. നമ്മൾ ആ വേർബ് പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം അവിടെ സെൻറ്റൻസ് സെയിം ആയിരിക്കും. അവിടെ എന്താ പറയുക, സിംഗുലറിനോ പ്ലൂറലിനോ അങ്ങനെ ഒന്നുമില്ല. സിംഗുലറിലും പ്ലൂറലിലും സെയിം തന്നെയായിരിക്കും പാസ്റ്റിൻ്റെ കേസിൽ. ബാക്കി എക്സാമ്പിൾസ് നോക്കിക്കോ. ദാറ്റ് ഗേൾ വാക്സ് ടു സ്കൂൾ. വാക്സ് എന്നുള്ളത് എന്തായി, വോക്ഡായി. ദോസ് ഗേൾ വാക്ക് ടു സ്കൂൾ, അത് ദോസ് ഗേൾസ് വാക്ക്ഡ് ടു സ്കൂൾ ആയിരിക്കും പാസ്റ്റിൽ വരിക. ദിസ് ബസ് വെൻറ്റ് ഫാസ്റ്റ്. ദാറ്റ് ബസ് വെൻറ്റ് ഫാസ്റ്റ്. യുവർ ഗൗൺ ലുക്ക്ഡ് നൈസ്. യുവർ ഗൗൺസ് ലുക്ക്ഡ് നൈസ്. ദാറ്റ് മാൻ സ്പോക്ക് ഇംഗ്ലീഷ്. ദോസ് മെൻ സ്പോക്ക് ഇംഗ്ലീഷ്. മൈ ഗ്രാൻഡ് had a big house. My grandparents had a house, big house ആണ്. Sam lived in Toronto. Sam and Ann lived in Toronto. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക, സബ്ജക്റ്റും വെർബ് അഗ്രിമെൻറ്റും പ്രസൻറ്റ് ടെൻസിൽ മാത്രമേ ഉള്ളൂ.
പാസ്റ്റ് ടെൻസിൽ വരുമ്പം സെയിം ആയിരിക്കും. ഓക്കെ, സെയിം ആയിരിക്കും. സിംഗുലറിലും പ്ലൂറലിലും അത് സെയിം വേർബ് ആയിരിക്കും. ഓക്കെ, പ്ലൂറൽ ആയാലും ശരി സിംഗുലർ ആയാലും ശരി വേർബ് സെയിം ആയിരിക്കും. പാസ്റ്റ് ഫോം ഓഫ് ദി വേർബ് ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾസ് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതുവരെ നമ്മൾ ആം, ഈസ്, ആർ, വാസ്, വെയർ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പം അതിനെക്കുറിച്ച് അതാണ് നമ്മുടെ സെക്കൻഡ് റൂൾ. അതായത് ഈ ആം, ഈസ്, ആർ, വാസ്, വെയർ ആണ് ബി ഫോം ഓഫ് ദി വേർബ് എന്ന് പറയുക. ബി ഫോം. അപ്പം ഇതിൽ നമുക്ക് പ്രസൻറ്റ് ടെൻസും ഉണ്ട് പാസ്റ്റ് ടെൻസും ഉണ്ട്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? പാസ്റ്റ് ടെൻസ് ഇല്ല, പാസ്റ്റ് ടെൻസ് എല്ലാത്തിനും സെയിം ആയിരിക്കും, പ്രസൻറ്റ് ടെൻസിന് മാത്രമേ വേരിയേഷൻ ഉള്ളൂ. പക്ഷേ ബി ഫോം വരുമ്പോൾ നമുക്ക് പ്രസൻറ്റും ഉണ്ട് പാസ്റ്റും ഉണ്ട്. അതായത് പ്രസൻറ്റ് ടെൻസിൽ നൗണ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ നമ്മൾ വെർബ് ഫോം ഈസ് ആയിരിക്കും യൂസ് ചെയ്യുക. പ്ലൂറൽ ആണെങ്കിൽ യു, വി, ദേ, പ്ലൂറൽ ആണെങ്കിൽ ആർ ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി ഐ വരുമ്പോഴോ, ഐ വരികയാണെങ്കിൽ എപ്പോഴും ആം ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം എക്സാമ്പിൾ നോക്കിക്കോ. ഐ എം എ ടീച്ചർ, ഐ എം ഗോയിങ് ടു ഈറ്റ്. ഐ വരുമ്പോൾ ആം വന്നു. ഇനി സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹി ഈസ് ഹാപ്പി ആൻഡ് ഈസ് വെയിറ്റിംഗ്, ഇറ്റ് ഈസ് റെയിനിങ്, ഈസ് ആയിരിക്കും യൂസ് ചെയ്യുക. പ്ലൂറൽ വരുമ്പം ആർ ആയിരിക്കും. യു ആർ ലേറ്റ്, വി ആർ ഈറ്റിംഗ്, ദേ ആർ പ്ലേയിങ്. ഓക്കെ, ഇനി പാസ്റ്റിൻ്റെ കേസിൽ, പാസ്റ്റിൽ സിംഗുലർ വരുമ്പം ഐ വാസ് ടയേർഡ്, വാസ് ആയിരിക്കും സിംഗുലർ കേസിൽ യൂസ് ചെയ്യുക. ഐ വാസ് ടയേർഡ്, ആൻ വാസ് വെയിറ്റിംഗ്, ഷീ വാസ് അഫ്രെയ്ഡ്. ഇനി പ്ലൂറൽ വരുമ്പോഴോ വേർ ആയിരിക്കും യൂസ് ചെയ്യുക. യു വെർ റൂഡ്, വി വെർ ട്രാവലിംഗ്, ദേ വെർ പ്ലേയിങ്. ഓക്കെ, അപ്പം ഇത് നോട്ട് ചെയ്യുക. ബി ഫോം വരുമ്പം ഐ വരുമ്പം ആം ആയിരിക്കും, ഹി, ഷീ, ഇറ്റ് വരുമ്പം ഈസ് ആയിരിക്കും, യു, വി, ദേ വരുമ്പം ആർ ആയിരിക്കും പ്രസൻറ്റ് ടെൻസിൻ്റെ കേസിൽ. ഇനി പാസ്റ്റ് ടെൻസിൻ്റെ കേസിൽ ഐ, ഹി, ഷീ, ഇറ്റ് വരുമ്പം വാസ് ആയിരിക്കും, യു, വി, ദേ വരുമ്പം വേറെ ആയിരിക്കും. എക്സാമ്പിൾസും നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു. ഈ പഠിച്ചു കഴിഞ്ഞതിനനുസരിച്ചിട്ട് നമ്മൾ ഞാനിവിടെ 7 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസേഴ്സ് ടൈപ്പ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഈ റൂൾസ്, ടേബിൾസ് ഞാൻ പറഞ്ഞ ടേബിൾസ് നോട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് ബേസിക് ഫോംസ്. ഇനി നമുക്കുള്ളത് റിലേറ്റീവ് ക്ലോസസ് വരുമ്പം, അതുപോലെ പ്രിപ്പോസിഷൻസ് വരുമ്പം. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. പ്രിപ്പോസിഷണൽ ഫ്രേസസ്, അതുപോലെ റിലേറ്റീവ് ക്ലോസസ്, അത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആയിട്ടാകാം, അൽക്കുലത്തി ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് പാർട്ട് 2-ൽ വളരെ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. Hope you all understood and thank you for watching. Take care.